ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം, ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം, ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ്. ഇതൊന്നും നമുക്കാർക്കും എതിരില്ല. പക്ഷേ നമ്മൾ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ EMS മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പാലക്കാട് PMS ബുക്കോയ തങ്ങൾ CH മുഹമ്മദ് കോയ അടക്കമുള്ള നവറല്ലാഹു മറാഖിദും അവർ പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോരണ്ട, നിങ്ങളവിടെ നിന്നോളി, അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീഅത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം. അതാണ് നിങ്ങളിപ്പോൾ ഇറങ്ങിപ്പോരണ്ട, നിങ്ങളവിടെ നിന്നോളി, അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീഅത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം. അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സാദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാദാത്തുക്കളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം.